എസ് കെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഡൽഹിയിൽ ഇന്നും നാളെയുമായി ചേരുന്നത്. അതിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ആകാംക്ഷ താങ്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ, അതായത് ക്ലിഫ് ഹൗസിൽ നിന്ന് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പിണറായി വിജയൻ മാറാൻ പോകുന്നുണ്ടോ എന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയൻ അനുകൂലമായി, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വേണം എന്ന നിലപാടാണുള്ളത്. അവിടെ പോളിറ്റ് ബ്യൂറോയിൽ എന്താണ് പിണറായി വിജയൻ പറയുക? അദ്ദേഹം ഇതിന് സന്നദ്ധനാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ട്? അത്രയും കനത്ത തോൽവി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മാത്രം ചിത്രം വെക്കുകയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രം എണ്ണിപ്പറഞ്ഞും നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ആഘാതം ഉണ്ടാകുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ സന്നദ്ധനാകുമോ? അങ്ങനെയാണെങ്കിൽ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഞാനില്ല എന്നൊരു സമീപനം പിണറായി സ്വീകരിക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു അക്ഷരം അദ്ദേഹം അതിനോട് പ്രതികരിച്ചു. സാധാരണ ഉള്ള പോലെ തന്നെ അല്ല, അത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യം, തെരഞ്ഞെടുപ്പ് പോയ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള സംഭവം. ഇനി ഇതിൽ കേന്ദ്ര നേതൃത്വത്തിനും CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? നമുക്കറിയില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് തന്നെയാണോ അദ്ദേഹത്തിന്റെ അഭിപ്രായം, കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കൊണ്ടാണ് ഒരു ഇളവ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയിൽ അനുവദിച്ചു കൊടുത്തത്. അത് തുടരുമോ? അതല്ല, അദ്ദേഹത്തിന് ഈ ഒരു അവസരം കൊടുക്കണമെന്ന അഭിപ്രായമുണ്ടോ? അതോ പാർട്ടിയിൽ ഒന്നാകെ ഈ ശൈലി മാറണം, മറ്റൊരു ശൈലി പാർട്ടിയിൽ വരണം, അതിന്റെ സമയമായിരിക്കുന്നു, അതല്ലെങ്കിൽ പാർട്ടിക്ക് ഈ നാട്ടിലുള്ള വേര് നഷ്ടപ്പെടും എന്ന ബോധ്യപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ? അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഇതിനെല്ലാം പുറമെ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു CPI. അപ്പോൾ CPM-നകത്ത് ഒരു ആലോചന നടന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, ഉപനേതാവായി KN ബാലഗോപാൽ എന്ന ഒരു ആശയം അവിടെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ CPI പറഞ്ഞിരിക്കുന്നു ഉപനേതാവായി CPI-യിൽ നിന്നൊരാൾ വരണം എന്നതാണ്. ഇപ്പോൾ SKN പറഞ്ഞതുപോലെ ഘടകകക്ഷികളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. CPI പറയുന്നു ജനകീയ പ്രശ്നങ്ങളിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷിയുടെ സമീപനവും നിലപാടുകളും ഒന്നും പരിശോധിക്കപ്പെട്ടില്ല. കേരള കോൺഗ്രസ് M പറയുന്നു ഞങ്ങൾ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം CPM-ലെ അണികൾ ക്രോസ് വോട്ട് ചെയ്തതാണ്. അതായത് മുഴുവൻ കുറ്റവും ഈ മുന്നണിയെ നയിക്കുന്ന CPM-ന്റെ മേൽ ചാരിക്കഴിഞ്ഞു. ഘടകകക്ഷികൾ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഗൗരവമുള്ള രീതിയിലുള്ള പരിശോധനകൾ ആവശ്യമാണ്. ഇടതുമുന്നണി ആടി ഉലയുകയാണ് അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ട് അവരെ എല്ലാം ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിൽക്കാനും 102 സീറ്റിന്റെ വലിയ ബലവുമായി വരുന്ന ഒരു ഭരണകക്ഷിയെ നേരിടാനും 3 BJP അംഗങ്ങളുമായി നിയമസഭയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ഇറങ്ങിപ്പോയ നിയമസഭയല്ല അദ്ദേഹം തിരികെ കയറാൻ പോകുന്നത്, അവിടെ 3 BJP അംഗങ്ങൾ കൂടി ഉണ്ടാകും. അവരെ നേരിടാനുമുള്ള കരുത്തും പ്രാപ്തിയും പിണറായിക്ക് മാത്രമാണോ, അതല്ല ആ ശൈലി മാറ്റത്തിലൂടെ KN ബാലഗോപാലിന് നേതൃസ്ഥാനം കിട്ടുമോ എന്നത് നമുക്ക് കാത്തിരിക്കും. ഈ വിധിയെഴുത്ത് പിണറായിസത്തിനെതിരായ വിധിയെഴുത്തെന്നാണ് UDF ഉൾപ്പെടെ പലരും ആരോപിക്കുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, അതിൽ പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി 5 വർഷക്കാലം ഹാഷ്മി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ വലിയൊരു പരാജയം ഇതൊരു പൊളിറ്റിക്കൽ സുനാമി പോലെ അടിച്ചൊരു സാധനമാണ്. അത് പിണറായി എന്ന വ്യക്തിയിൽ മാത്രം ചുരുക്കേണ്ടതുണ്ടോ? ആ ഭരണത്തിന് നേതൃത്വം നൽകിയത് പിണറായി വിജയനാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഘടകകക്ഷികൾ ആരോപിക്കുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ. ഇപ്പോൾ CPI ആരോപിക്കുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട കാര്യം, അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് അന്നത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളിലും ഇപ്പോൾ കേരള കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഘടകകക്ഷികൾ പോലും ഈ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലയിൽ അത് പൊതുവെ CPM എന്ന് പറയുന്നെങ്കിലും അന്ന് ആ ഭരണത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയനിലേക്കാണ് എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. CPM കേന്ദ്ര നേതൃത്വം നേരത്തെ ഈ 75 എന്നുള്ള ഒരു പ്രായപരിധി വെച്ചിരുന്നു. ആ പ്രായപരിധിയിൽ പിണറായി വിജയനാണ് ഇളവ് അനുവദിച്ചത്. അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും അന്ന് ആ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു ഇളവ് അദ്ദേഹത്തിന് അനുവദിച്ചപ്പോൾ ആ ഇളവ് മറ്റ് നേതാക്കൾക്ക്, ഭരണരംഗത്ത് പരിചയസമ്പത്തുള്ള മറ്റ് നിരവധി നേതാക്കളെ തഴഞ്ഞുകൊണ്ട് പിണറായി വിജയന് മാത്രമായി അന്ന് ആ ഇളവ് അനുവദിക്കുകയാണ് CPM കേന്ദ്ര നേതൃത്വം ചെയ്തത്. അതേ പിണറായി വിജയൻ ഇപ്പോഴും ആ പ്രായപരിധി എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ ഇനി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപക്ഷെ ഈ ഇളവ് ബാധകമാക്കിയിരിക്കാം. പക്ഷേ ആ ഇളവിൽ ചില ഇളവ് നൽകിയേക്കാം. പക്ഷേ ഇപ്പോഴും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇത്രയും വലിയൊരു പരാജയം നേരിട്ട ഒരു പാർട്ടി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം നേരിട്ട അതിന് നേതൃത്വം നൽകിയ ഒരാൾ എന്ന നിലയിൽ വീണ്ടും പിണറായി വിജയനെ തന്നെ CPM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതോ CPIയുടെ രാജ്യസഭാംഗം സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് പുതിയ മുഖം വരണമെന്നാണ്. അത് പിണറായി വിജയനെതിരായിട്ടുള്ള ജനവികാരം മാത്രമേ അഭിപ്രായമുള്ളൂ. അല്ല, CPI ഇന്നിപ്പോൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായമൊക്കെ ഏതാണ്ട് അതിൽ വരികൾക്കിടയിൽ വായിച്ചാൽ തന്നെ ഈ CPM-നും അതിന് നേതൃത്വം നൽകിയ, ഭരണത്തിന് നേതൃത്വം നൽകിയ ആൾക്കും എതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.